വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. സോ നമ്മൾ എല്ലാവരും കാത്തിരുന്ന SBI POയുടെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുകയാണ് അല്ലെ. സോ പുതിയൊരു വർഷത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഒരുപാട് സർപ്രൈസുമായിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ നോട്ടിഫിക്കേഷൻ ശരിക്കും ഒരു സർപ്രൈസ് ആയിട്ടാണ്, അല്ലെങ്കിൽ സർപ്രൈസ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റോളാണ് ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. കാരണം ഒരുപാട് സർപ്രൈസസ് ഈ നോട്ടിഫിക്കേഷനിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒന്ന്, പ്രിലിംസിന്റെ പാറ്റേൺ, മെയിൻസിന്റെ പാറ്റേൺ, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന്റെ കാര്യം, ഇതിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിന് മുന്നേ തന്നെ നിങ്ങളൊരു കാര്യം അറിയാം, എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, സോ ദാറ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിന് കിട്ടുന്നതായിരിക്കും. കമന്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് ഉറപ്പായിട്ട് എന്നെ അറിയിക്കണം. ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ എല്ലാ ആസ്പിറൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ ഡേറ്റിന്റെ കാര്യം പറയുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസ്, വേക്കൻസീസ്, സ്കെഡ്യൂൾ ഓഫ് ഈവെന്റ്സ്, ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ, സെലക്ഷൻ പ്രൊസീജിയർ, ഇമ്പോർട്ടന്റ് ചേഞ്ചസ് ഇൻ എക്സാം പാറ്റേൺ, എക്സാം സെന്റേഴ്സ്, എമോൾമെന്റ്സ്, കോൾ ലെറ്റർ, ജോയിനിങ്, ആപ്ലിക്കേഷൻ ഫീസ്, നമ്പർ ഓഫ് ചാൻസസ്. ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായി ഞാനിവിടെ ചർച്ച ചെയ്യുന്നതായിരിക്കും. സോ അവസാനം വരെ കാണുക. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡേറ്റ്, കറക്റ്റ് ആയിട്ട് ഡേറ്റ് തന്നിട്ടുണ്ട്. 27 ഡിസംബർ 27 2024 നമ്മുടെ ഓൺലൈൻ പോർട്ടൽ, രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആവും. അന്ന് മുതൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 16/1/2020, അതായത് ജനുവരി 16 വരെയാണ് നിങ്ങൾക്ക് ടൈം ഉള്ളത്. അതായത് 16 ലാസ്റ്റ് ഡേറ്റ് ആണ്. അതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുത്ത് നിങ്ങൾ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, മാത്രമല്ല നിങ്ങൾ ഇത് ജോലിക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടാമെന്ന് അവർ ആദ്യമേ എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ജനറൽ ഇൻസ്ട്രക്ഷൻസിലേക്ക് പോവാം. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ നോട്ട് ചെയ്ത് പറയുകയാണ്. ഒന്ന്, നിങ്ങൾ കൊടുക്കുന്ന മെയിൽ ID, നിങ്ങൾ കൊടുക്കുന്ന നമ്പർ വളരെ ആക്റ്റീവ് ആയിരിക്കണം, നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കണം. കാരണം അതുവഴിയാണ് നിങ്ങൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയുക. സോ അത് വളരെ ശ്രദ്ധയോടെ കൊടുക്കുക, അത് തെറ്റിപ്പോവാതിരിക്കട്ടെ. അത് കൃത്യമായി കൊടുക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ഏതെങ്കിലും റിസർവേഷൻ കൊടുക്കുകയാണ്, ഏജ് റിലാക്സേഷൻ കൊടുക്കുകയാണ്, അതിന്റെയൊക്കെ ഡോക്യുമെന്റ്സ്, നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. ഒന്നിലധികം തവണ ആക്ച്വലി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ നിങ്ങൾക്കൊരു എറർ പറ്റി നിങ്ങൾ വീണ്ടും സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ ആപ്ലിക്കേഷൻ ആയിരിക്കും അവർ സ്വീകരിക്കുക എന്നും ഡയറക്ഷൻസിൽ പറയുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ നിങ്ങൾ കൊടുക്കുമ്പോൾ വളരെ വ്യക്തവും കൃത്യവുമായ ആപ്ലിക്കേഷൻ വായിച്ച് മാത്രം സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മളിനി വഴിയെ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതായിരിക്കും. 3 ഫേസിലായിട്ടാണ് എക്സാം നടക്കുന്നത്. പ്രിലിംസ്, മെയിൻസ് ആൻഡ് തേർഡ് ഫേസ് വിൽ ഹാവിംഗ് സൈക്കോമെട്രി ടെസ്റ്റ്, ഗ്രൂപ്പ് എക്സസൈസ് ആൻഡ് പേഴ്സണൽ ഇന്റർവ്യൂ. ഓക്കെ, ഇനി നമ്മൾ പറയുമ്പോൾ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് കാര്യം അവർ എടുത്തു പറയുന്നുണ്ട്. കാരണം ലാസ്റ്റ് സബ്മിറ്റ് ചെയ്ത കംപ്ലീറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് സ്വീകരിക്കുക എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ജനറൽ ഇൻസ്ട്രക്ഷൻസ് പറയുന്നത്, നിങ്ങളുടെ കോൾ ലെറ്റർ ഒരിക്കലും എക്സാമിനേഷൻ സെന്ററിൽ വാങ്ങി വെക്കില്ല. പ്രിലിംസിന്റെ കോൾ ലെറ്റർ കൊണ്ടുപോകുമ്പോൾ അവരത് നോക്കും, അവരത് സ്റ്റാമ്പ് ചെയ്യും, ചെക്ക് ചെയ്യും, ഒതന്റിക്കേറ്റ് ചെയ്യും. പക്ഷേ അവരവിടെ മേടിച്ച് വെക്കില്ല, നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു തരും. നിങ്ങളത് സൂക്ഷിച്ചു വെക്കണം. കാരണം മെയിൻസിന്റെ എക്സാമിന് പോകുമ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അക്യൂർ യുവർ സെൽഫ് ബുക്ക്ലെറ്റ് എന്ന് പറഞ്ഞൊരു ബുക്ക്ലെറ്റ് PDF SBI തരുന്നുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ച് വീഡിയോയും ഞങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതായിരിക്കും. ഒരു ടെൻഷനും വേണ്ട. ഓക്കെ, ഇനി നമ്മൾ നോക്കുമ്പോൾ പിന്നെ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സിബിൽ സ്കോറിന്റെ കാര്യമാണ് പറയുന്നത്. സിബിൽ സ്കോർ ഞാൻ ഇതിന് മുന്നേ നോട്ടിഫിക്കേഷൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വരുന്നതിന് മുന്നേ നിങ്ങളുടെ സിബിൽ സ്കോർ അപ്ഡേറ്റഡ് ആയിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്യൂസ് ഉണ്ട്, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ്സ് ഡ്യൂ ഉണ്ട്, അല്ലെങ്കിൽ വേറെ ലോൺ നിങ്ങൾ റീപേ ചെയ്യാത്തുണ്ടെങ്കിൽ അതൊക്കെ റീപേ ചെയ്ത് നിങ്ങളുടെ സിബിൽ സ്കോർ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ലോൺ ഒന്നും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ കടങ്ങളൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം ക്ലോസ് ചെയ്യുക. ഇതിനെക്കുറിച്ചും ഒരു വ്യക്തമായ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് പോയിട്ട് അത് കാണാൻ സാധിക്കും. Okay, now moving on to the important phase, that is vacancy. Vacancy ആണ് നമ്മൾ എല്ലാവരും നോക്കിയിരുന്നത്. 600 വേക്കൻസി ആണ് ഉള്ളത് ടോട്ടൽ. SCക്ക് 87, STക്ക് 43, OBCക്ക് 158, EWSന് 58, ജനറലിന് 240, ടോട്ടൽ 586. ബാക്ക്ലോഗ് വേക്കൻസിയിൽ STക്ക് 14 ചേർത്ത് 600ഓളം വേക്കൻസീസ് നമുക്കുണ്ട്. സോ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അവർ കറക്റ്റായിട്ട് വേക്കൻസീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റിസർവേഷനിൽ വരുന്നവരാണെങ്കിൽ അത് നോക്കി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് ഇവന്റ്സ്, കറക്റ്റ് ആയിട്ട് എന്നൊക്കെയാണ് ഇവന്റ്സ് എന്നവർ പ്രോപ്പർ ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. 27 ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത് ജനുവരി 16 ലാസ്റ്റ് ഡേറ്റ് ആണ്. ഓക്കെ, ആ സമയത്ത് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസും അടച്ച് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കോൾ ലെറ്റർ, പ്രിലിമിനറി എക്സാമിന്റെ കോൾ ലെറ്റർ ഒരു ഫെബ്രുവരി 3rd or 4th വീക്കിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എക്സാമിനേഷൻ കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. മാർച്ച് 8 15 2025 മാർച്ച് 8 15 പ്രിലിമിനറി എക്സാം നടക്കുന്നത്. മാത്രമല്ല അതിന്റെ റിസൾട്ട് ഏപ്രിൽ 2025 വരുമെന്നും അവർ പറയുന്നുണ്ട്.
കൃത്യമായിട്ട് കറക്റ്റ് ഡേറ്റ് നമുക്ക് കിട്ടുകയാണ് ഇവിടെ. ദെൻ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വൺ നമ്മുടെ മെയിൻ എക്സാമിനേഷന്റെ കോൾ ലെറ്റർ നമുക്ക് സെക്കൻഡ് വീക്ക് ഓഫ് ഏപ്രിൽ 2025 സെക്കൻഡ് വീക്ക് ഓഫ് ഏപ്രിൽ നമുക്ക് എന്ത് ചെയ്യും, കോൾ ലെറ്റർ മെയിൻസിന്റെ കോൾ ലെറ്റർ അതിനർത്ഥം എന്താ, ഫസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിൽ തന്നെ നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം. അതിനുശേഷം ഓൺലൈൻ മെയിൻസ് എക്സാമിനേഷൻ ഏപ്രിലോ മെയിലോ ആയിരിക്കും നടക്കുക. അതും വഴിയെ നമുക്ക് അറിയാൻ സാധിക്കും. അതിന്റെ റിസൾട്ട് മെയിലോ ജൂണിലോ 2025 മെയിലോ ജൂണിലോ അതിന്റെ റിസൾട്ട് വരും. ആൻഡ് മൂന്നാമത്തെ ഫേസിലേക്കുള്ള കോൾ ലെറ്ററും അതേസമയം മെയിലോ ജൂണിലോ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഫേസ് 3യുടെ സൈക്കോമെട്രിക്സ് ടെസ്റ്റ് ആൻഡ് ഗ്രൂപ്പ് എക്സസൈസ് ഇന്റർവ്യൂ എല്ലാം തന്നെ മെയിലും ജൂണിലുമായി നടത്തുന്നതായിരിക്കും. അതിന്റെ റിസൾട്ടും നമുക്ക് മെയ് ജൂണിൽ തന്നെ അറിയാൻ സാധിക്കും. ഓക്കെ, ഇതിനിടയ്ക്ക് ഒരു പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് പ്രോഗ്രാം ഫോർ SC ST OBC PWBD കാൻഡിഡേറ്റ്സിന് ഉണ്ടാവും. അതിന്റെ കോൾ ലെറ്റേഴ്സ് നിങ്ങൾക്ക് ജനുവരി ഫെബ്രുവരി ടൈമിൽ ഡൗൺലോഡ് ചെയ്യാനും ഫെബ്രുവരിയിൽ അത് അറ്റൻഡ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നൊക്കെയാണ് എക്സാം, എന്നൊക്കെയാണ് നമുക്ക് കോൾ ലെറ്റേഴ്സ് കിട്ടുക, എന്ത് റിസൾട്ട് വരും, എല്ലാം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സോ ഇത് നിങ്ങളുടെ ശരിക്കും ഒരു ടൈം ടേബിൾ ചാർട്ടാക്കി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുമ്പോൾ ഏജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നോട്ട് ബിലോ 21 ഇയേഴ്സ് ആൻഡ് നോട്ട് എബൌട്ട് 30 ഇയേഴ്സ് ആസ് ഓൺ 1/4/2024. അതായത് 21 വയസ്സ് 30 വയസ്സ് എന്ന് അവർ എടുത്ത് കാണിക്കുന്നുണ്ട്. കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ബീൻ ബോൺ നോട്ട് ലേറ്റർ ദാൻ 1/4/2000 2003 ഏപ്രിൽ 1-ാം തീയതിക്ക് ശേഷം ജനിച്ചവരാവാൻ പാടില്ല. അതുപോലെ 2/4/1994 1994 ഏപ്രിൽ 2 മുന്നേ ജനിച്ചവരാവാനും പാടില്ല. 21-30 വയസ്സ് അതിനിടയിലുള്ളവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ അവിടെ തന്നെ ഏജ് റിലാക്സേഷന്റെ കാര്യം പറയുന്നുണ്ട്. 3 വർഷമാണ് OBC നോൺ ക്രീമി ലെയറിന് വരുന്നത്. SC ST ആവുമ്പോൾ 5, ബെഞ്ച്മാർക്ക് പീപ്പിൾ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റീസിന് 10. അതിൽ തന്നെ അവർ ജനറലിന്റെ കാര്യം പറയുന്നുണ്ട് 10, OBCക്ക് 13, SC STക്ക് 15 ആയിട്ട് പറയുന്നുണ്ട്. എക്സ് സർവീസ് ആണെങ്കിൽ അവിടെ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, സോ അതായത് അവിടെ ഒരു കാര്യം വളരെ ബോൾഡ് ആക്കി എഴുതി നിങ്ങൾ ശ്രദ്ധിച്ചോ, നോ ചേഞ്ച് ഇൻ ദി കാറ്റഗറി ഓഫ് എനി കാൻഡിഡേറ്റ് ഇസ് പെർമിറ്റഡ് ആഫ്റ്റർ രജിസ്ട്രേഷൻ ഓഫ് ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് കാറ്റഗറി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ ചെയ്യുന്ന സമയം വളരെ ശ്രദ്ധയോടെ ആപ്ലിക്കേഷൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അക്കാഡമിക് ക്വാളിഫിക്കേഷനിലേക്ക് വരുമ്പോൾ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ആസ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. നിങ്ങൾക്കറിയാം ഏതൊരു ഡിസിപ്ലിനിൽ ഗ്രാജുവേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആൻഡ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് പോസ്റ്റിംഗ് ക്വാളിഫിക്കേഷൻ സച്ച് മെഡിക്കൽ എഞ്ചിനീയറിംഗ് ചാർട്ടേഡ് അക്കൗണ്ട് കോസ്റ്റ് അങ്ങനെ എല്ലാവരും എലിജിബിൾ ആണ്. ആരെയും എലിജിബിൾ അല്ലാന്ന് അവർ പറയുന്നില്ല. എനി ഡിസിപ്ലിൻ യു ആർ എലിജിബിൾ. പിന്നെ ഒരു കാര്യം, നിങ്ങൾ CGPA കൊടുക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കുക, നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അത് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ നോക്കണം. അതിനെ പെർസെൻറ്റേജ് ആക്കി കൊടുക്കണം എന്നും പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ നിങ്ങൾക്ക് വഴിയെ കിട്ടുന്നതായിരിക്കും. ദെൻ കമ്മിങ് ടു ദ സെലക്ഷൻ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ 3 ഫേസ് ആയിട്ടാണ് സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത്. പ്രിലിമിനറി എക്സാമിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് 100 മാർക്കിനാണ്. ഇവിടെ ഏറ്റവും രസമായിട്ട് എനിക്ക് തോന്നിയത് ഇംഗ്ലീഷിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ. നോക്കിയേ, 40 ചോദ്യങ്ങൾ ആണ് ടോട്ടൽ ഇംഗ്ലീഷിന് ഉണ്ടാവുക. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 30, റീസണിങ്ങിന് 30, ടോട്ടൽ 100 ചോദ്യങ്ങൾ 100 മാർക്ക്. സെക്ഷണൽ ടൈമിംഗ് 20 മിനിറ്റ് വെച്ച് 1 മണിക്കൂറാണ് നമുക്ക് എക്സാമിന് ഉള്ളത്. ഓക്കെ, സെപ്പറേറ്റ് ടൈമിംഗ് ഈ സെക്ഷനും ഉണ്ടാവും. ഇനി അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ കാറ്റഗറി വൈസ് മെറിറ്റ് ലിസ്റ്റ് വിൽ ബി ഡ്രോൺ ഓൺ ദ ബേസിസ് ഓഫ് അഗ്രിഗേറ്റ് മാർക്സ് സ്കോർഡ് ഇൻ ദ പ്രിലിമിനറി എക്സാമിനേഷൻ. ദർ വിൽ ബി നോ സെക്ഷണൽ കട്ട് ഓഫ് ഇൻ പ്രിലിമിനറി എക്സാം. പ്രിലിമിനറി എക്സാമിനേഷന് സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല എന്നവർ പറയുന്നുണ്ട്. അതിനുശേഷം മെയിൻസ് എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ ഓൺലൈൻ ആണ്, 200 മാർക്കിനാണ്. ആൻഡ് ദെൻ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന്റെ കാര്യവും പറയുന്നുണ്ട്. സോ അതിൽ എന്തൊക്കെയാണ് പറയുന്നത്, ദ ഡ്യൂറേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് 3 hours. 3 മണിക്കൂറാണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റിനുള്ളത്. 4 സെക്ഷൻ ആയിട്ട് 200 മാർക്കിന്. സെപ്പറേറ്റ് ടൈമിംഗ് ഫോർ എവറി സെക്ഷൻ. ഓരോ സെക്ഷനും സെപ്പറേറ്റ് ടൈമിംഗ് ഉണ്ട്. റീസണിങ്ങും കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡും ആണെങ്കിൽ 40 ചോദ്യം 60 മാർക്ക് 50 മിനിറ്റ് സമയം. ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷന് 30 ക്വസ്റ്റ്യൻ 60 മാർക്ക് 45 മിനിറ്റ്. ജനറൽ അവയർനെസ്, എക്കോണമി, ബാങ്കിങ് നോളജ് 60 ചോദ്യം 60 മാർക്ക് 45 മിനിറ്റ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുമ്പോൾ 40 ചോദ്യം 20 മാർക്ക് 40 മിനിറ്റ്. 170 ക്വസ്റ്റ്യൻ 200 മാർക്ക് 3 മണിക്കൂർ.
അത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ എന്തിലേക്ക് പോകുന്നു? ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിലേക്ക് പോകുന്നു. ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന്റെ പാറ്റേൺ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ നോക്കിയിരുന്ന എസ്സേയും ലെറ്ററും ആണെങ്കിൽ ഇമെയിൽ, റിപ്പോർട്ട്സ്, സിറ്റുവേഷൻ അനാലിസിസ്, പ്രസി റൈറ്റിംഗിനെ കുറിച്ച് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് യൂട്യൂബിൽ ചാനലിൽ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. ഇമെയിൽ എങ്ങനെ എഴുതണം, റിപ്പോർട്ട് എങ്ങനെ എഴുതണം, സിറ്റുവേഷൻ അനാലിസിസ് എങ്ങനെ ചെയ്യണം എന്നുള്ള എല്ലാ വീഡിയോസും വഴിയെ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടുന്നതായിരിക്കും. അതിനുവേണ്ടി ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് മറക്കരുത്. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് 50 മാർക്കിനാണ് ഉണ്ടാവുക. 30 മിനിറ്റ് ആയിരിക്കും. ടോട്ടൽ 250 മാർക്കിനാണ് മെയിൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സെക്ഷണൽ കട്ട് ഓഫിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഈച്ച് കാൻഡിഡേറ്റ് വിൽ ഹാവ് ടു സ്കോർ മിനിമം ഇൻ ഈച്ച് മിനിമം സ്കോർ ഇൻ ഈച്ച് ടെസ്റ്റ്. ഓരോന്നിനും മിനിമം സ്കോർ. സെക്ഷണൽ കട്ട് ഓഫ് മെയിൻസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, so test 1, 2, 3, 4 and descriptive paper individually in mains examination എല്ലാം എന്തുണ്ട്? sectional cut off ഉണ്ട്. depending on number of vacancies available, cut offs will be decided and candidates will be shortlisted. okay, അതിനുശേഷം തേർഡ് ഫേസിലേക്ക് വരുമ്പോൾ കാറ്റഗറി ലിസ്റ്റ് അനുസരിച്ച് അവർ 3 ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത് അല്ലെ. സോ ദ കാറ്റഗറി വൈസ് വേക്കൻസീസ് വിൽ ബി ഷോർട്ട് ലിസ്റ്റ് ഫോർ ഫേസ് 3 ഫ്രം ദ ടോപ്പ് ഓഫ് ദ കാറ്റഗറി വൈസ് മെറിറ്റ് ലിസ്റ്റ് സബ്ജക്ട് ടു ദ കാൻഡിഡേറ്റ് സ്കോറിംഗ് മിനിമം അഗ്രിഗേറ്റ് ക്വാളിഫൈങ് സ്കോർ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എല്ലായിടത്തും പെനാൽറ്റി ഉണ്ട് അല്ലെ. റോങ് ആൻസറിന് 1/4 ഓഫ് മാർക്ക് എന്ത് ചെയ്യും? ഡിഡക്ട് ചെയ്യും. സോ അത് നിങ്ങൾ മറക്കരുത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ആൻഡ് തേർഡ് ഫേസിലേക്ക് വരുമ്പോൾ സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ട്. അതിനുശേഷം ഗ്രൂപ്പ് എക്സസൈസ് 20 മാർക്കിനും ഇന്റർവ്യൂ 30 മാർക്കിനും ടോട്ടൽ 50 മാർക്കിന് ഉണ്ടാവും. ഓക്കെ, സോ ശരിക്കും പറഞ്ഞാൽ പ്രിലിംസിന് ഇംഗ്ലീഷിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൂടി. അവിടെ സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. മെയിൻസിന് സെക്ഷണൽ ടൈമിങ്ങിനൊപ്പം തന്നെ, പക്ഷെ പ്രിലിംസിന് നമുക്ക് സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല. പക്ഷെ മെയിൻസിന് എന്തുണ്ട്? സെക്ഷണൽ കട്ട് ഓഫ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതും എല്ലാത്തിനും, ഓരോന്നിനും, ഓരോ സബ്ജക്റ്റിനും സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം പഠിക്കാൻ. ദെൻ തേർഡ് ഫേസിലെ മാർക്ക് വന്ന് 50 മാർക്കാണ് നമ്മൾ തേർഡ് ഫേസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ ഫൈനൽ സെലക്ഷൻ എങ്ങനെയാണ്? ദ കാൻഡിഡേറ്റ്സ് വിൽ ഹാവ് ടു ക്വാളിഫൈ ബോത്ത് ഫേസ് 2 ആൻഡ് ഫേസ് 3 സെപ്പറേറ്റ്ലി എന്ന് പറയുന്നുണ്ട്. മെയിൻസ് എക്സാമിനേഷന്റെ ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും മാർക്കുകൾ എന്ത് ചെയ്യും? ആഡഡ് ടു ദി മാർക്സ് ഒബ്റ്റെയിൻഡ് ഇൻ ഫേസ് 3. ഫേസ് 3 നിങ്ങൾക്ക് മാർക്കിനോട് ആ മാർക്കുകൾ ആഡ് ചെയ്തായിരിക്കും അവർ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക. ഓക്കെ, ഇനി മാക്സിമം മാർക്ക്, പിന്നെ നോർമലൈസേഷന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ, എക്സാമിനേഷൻ സെന്റേഴ്സ്. എവിടേക്കാണ് എക്സാമിനേഷൻ സെന്റേഴ്സ് ഉണ്ട് എന്നവർ പറയുന്നുണ്ട്. അതായത് കേരളത്തില് ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം. ഇവിടെ എല്ലാം പ്രിലിംസിന് നമുക്ക് സെന്റേഴ്സ് ഉണ്ടാവും. മെയിൻസിന് വരുമ്പോൾ കൊച്ചി, എറണാകുളം, തിരുവനന്തപുരമാണ് മെയിൻസിന്റെ സെന്റേഴ്സ് ആയിട്ട് നമുക്ക് ഉണ്ടാവുക. ഓക്കെ, നൗ കോൾ ലെറ്റർ. പ്രിലിംസിന്റെ കോൾ ലെറ്ററിന്റെ കാര്യം നമ്മൾ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നു എപ്പോഴാണ് കോൾ ലെറ്റർ വരിക എന്നുള്ളത്. കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ കയ്യിൽ കോൾ ലെറ്റർ ഉണ്ടാവണം. പ്രിലിംസ് എക്സാമിനേഷൻ കഴിഞ്ഞ ഉടനെ കോൾ ലെറ്റർ എവിടെയെങ്കിലും കൊണ്ട് വെക്കരുത്, അവിടെ കൊടുത്തിട്ട് പോവുകയും ചെയ്യരുത്. കയ്യിൽ ഉണ്ടാവണം. മെയിൻസ് അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മാത്രമല്ല നിങ്ങളുടെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുന്നേ ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും ഞാൻ പറയാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഫോട്ടോഗ്രാഫിന്റെ ഒരു 8 കോപ്പീസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. കാരണം അത് നിങ്ങൾക്ക് എന്തായാലും പ്രിലിംസിനും 2 ഫോട്ടോസ് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. സോ എപ്പോഴും ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് ഫോട്ടോയാണോ അപ്ലോഡ് ചെയ്യുന്നത് ആ ഫോട്ടോയുടെ ഒരു 8 കോപ്പി നിങ്ങളുടെ കയ്യിൽ, ഹാർഡ് കോപ്പി നിങ്ങളുടെ കയ്യിൽ വെച്ചേക്കുക. നിങ്ങൾക്കത് പിന്നെ അങ്ങോട്ടുള്ള എക്സാമിന്റെ ഫേസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ എമോൾമെന്റ്സ്, ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും പറയുന്ന കാര്യമാണ്. സ്റ്റാർട്ടിംഗ് ബേസിക് പേ 48,480 പ്ലസ് 4 അഡ്വാൻസ് ഇൻക്രിമെന്റ്സിന്റെ കാര്യം പറയുന്നുണ്ട്. ഒഫീഷ്യൽ വിൽ ബി എലിജിബിൾ ഫോർ DA, HRA, CCA, PF, ലീസ് റെന്റൽ ഫെസിലിറ്റി, മെഡിക്കൽ ഫെസിലിറ്റി, അതർ അലവൻസ് ഒക്കെയുള്ള ഒരു വളരെ, അതായത് ടയർ 1ലാണത്. നമ്മുടെ അപ്രോപ്രിയേറ്റ് CTC ഫോർ ഇനിഷ്യൽ സ്കെയിൽ എന്ന് പറഞ്ഞ മുംബൈ സെന്ററിൽ 18.67 lakhs, 18 lakhs ആണ് വരുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ യു ഗൈസ്. ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാം. കാരണം നമുക്ക് സുഖമായിട്ട് എഴുതിയെടുക്കാന്നുള്ളതേ ഉള്ളൂ. പിന്നെ പ്രൊബേഷൻ പീരീഡിന്റെ കാര്യം പറയുന്നുണ്ട്. And then the candidates shall be provided basic banking knowledge through online courses which shall be complete before joining, and at the time of joining will be execute a bond. നിങ്ങളൊരു ബോണ്ട് സൈൻ ചെയ്യേണ്ടതുണ്ട്. അതായത് മിനിമം പീരീഡ് ഓഫ് 3 ഇയേഴ്സിന്റെ ഒരു ബോണ്ട് നിങ്ങൾ സൈൻ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻ ഫീസിന്റെ സൈഡിലേക്ക് വരുമ്പോൾ 750 രൂപയാണ് അൺറിസർവ്ഡ് EWS OBC കാൻഡിഡേറ്റ്സ്. SC ST PWBD കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. 750 രൂപയാണ് അൺറിസർവ്ഡ് ജനറൽ EWS ആൻഡ് OBC കാൻഡിഡേറ്റ്സിന് വരുന്നത്. ഓക്കെ, അതും അവർ പറയുന്നുണ്ട് അത് റീഫണ്ടബിൾ അല്ല എന്നും പറയുന്നുണ്ട്.
പിന്നെ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ടാവും SC ST OBC ആൻഡ് PWD കാൻഡിഡേറ്റ്സിന്. അതിന്റെ ഡേറ്റുകളും ഞാൻ ഈവൻസിന്റെ ഡേറ്റ് പറഞ്ഞപ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നമ്പർ ഓഫ് ചാൻസസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ജനറൽ അല്ലെങ്കിൽ EWSന് നാല് ചാൻസേ ഉള്ളൂ. PWBDയുടെ EWS UR OBC PWD വരുമ്പോഴത്തേക്കും 7 ചാൻസസ് ഉണ്ട്. SCക്കും STക്കും PWD വരുമ്പോഴത്തേക്കും അവർക്ക് നോ റെസ്ട്രിക്ഷൻസ് ആണ്. അതായത് ഓൾറെഡി മാക്സിമം നമ്പർ ഓഫ് പെർമിസിബിൾ ചാൻസസ് അപ്പിയർ ചെയ്തവർ പിന്നെ ഇതിന് എലിജിബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. സോ ദ നമ്പർ ഓഫ് ചാൻസസ് വിൽ ബി കൗണ്ടഡ് ഫ്രം ദ എക്സാമിനേഷൻ ഹെൽഡ് ഓൺ 18/4/2010. 2010 മുതൽ ഇങ്ങോട്ട് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തത് വെച്ചിട്ടാണ് നിങ്ങളുടെ ചാൻസസ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, appearing in preliminary examination will not be counted as a chance. ശ്രദ്ധിച്ചു നോക്കണം, പ്രിലിംസ് എക്സാമിന് നിങ്ങൾ അപ്പിയർ ചെയ്യുന്നതല്ല ഇവർ ചാൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പിയറിംഗ് ഇൻ മെയിൻസ് എക്സാമിനേഷൻ ഇസ് കൗണ്ടഡ് ആസ് എ ചാൻസ്. മെയിൻസ് എക്സാമിനേഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അതിനെയാണ് നിങ്ങൾ അവരെ ഓരോ ചാൻസ് ആയിട്ട് കാണുന്നത്. പ്രിലിംസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് ചാൻസ് ആയിട്ട് കാണുന്നില്ല. നിങ്ങൾ 4 തവണ നിങ്ങൾ ജനറൽ കാറ്റഗറിയിലെ ആളാണ്, 4 തവണ നിങ്ങൾ മെയിൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, സോ അതും അവർ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ലോഗിൻ ചെയ്യുക, SBI വെബ് കരിയേഴ്സ് കറണ്ട് ഓപ്പണിംഗ്സിൽ ലോഗിൻ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഓൾറെഡി അഡ്വർടൈസ്മെന്റ് നമ്പർ കാണാൻ പറ്റും. അത് നിങ്ങൾ കെയർഫുള്ളി അഡ്വർടൈസ്മെന്റ് ഇപ്പോൾ ഞാൻ വായിച്ചത് നിങ്ങൾ ഒന്നുകൂടെ വേണമെങ്കിൽ വായിച്ചോളാം. അതിൽ കയറി ആസ് സൂൺ ആസ് പോസിബിൾ തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് പേയ്മെന്റ് എല്ലാം കൊടുത്ത് എക്സാമിന് വേണ്ടി റെഡി ആവാം. വളരെ വ്യക്തവും കൃത്യവുമായിട്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നോട്ടിഫിക്കേഷനിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. സോ ഇത്തവണത്തെ എക്സാം വളരെയധികം പ്രിപ്പയർഡ് ആയിട്ട് നമ്മൾ ഒരുമിച്ച് ക്രാക്ക് ചെയ്യും. സോ ഒട്ടും വൈകാതെ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.